പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് 100% നമ്മളോട് സ്നേഹമുള്ളവരുടെ 10 അടയാളങ്ങളാണ്. വിശദമായി ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? ഇന്ന് എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം ഹംദ് പറയൂ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഓരോ ഹംദുകൾ നമ്മൾ പറയുമ്പോഴും നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹങ്ങൾ ഇങ്ങനെ ചെയ്തു തരികയാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഹംദ് പറഞ്ഞവരൊക്കെ അതൊന്ന് കമന്റിൽ എഴുതി വിടണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പറയുന്നത് വളരെയേറെ ഗൗരവത്തോടുകൂടെ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അഥവാ 100% നമ്മളോട് സ്നേഹമുള്ളവരുടെ 10 അടയാളങ്ങളെ കുറിച്ചാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മളോട് 100% സ്നേഹമുള്ളവരുടെ ഒന്നാമത്തെ അടയാളം മഹത്തുക്കൾ പറയുന്നുണ്ട്, അത്തദ്കീറു ബില്ലാഹ്. നിരന്തരമായി അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നുള്ളതാണ്. നമ്മൾക്കൊരു പ്രയാസം വരുമ്പോ അവർ നമ്മളോട് പറയും, സാരല്ലടാ, സാരല്ലടാ, അള്ളാഹു കൂടെ ഉണ്ടല്ലോ. ഇന്നല്ലാഹ മഅന, നമ്മളെ കൂടെ അള്ളാഹു ഉണ്ട്. ഭർത്താവാണെങ്കിൽ ഭാര്യയോട് പറയും, നീ വിഷമിക്കണ്ട, നീ സങ്കടപ്പെടണ്ട, നമ്മളെ കൂടെ അള്ളാഹു ഉണ്ട്. ഭാര്യയും ഭർത്താവിനോട് പറയും, നിങ്ങൾ വിഷമിക്കണ്ടക്ക, ഇക്ക നിങ്ങൾ സങ്കടപ്പെടണ്ട, അള്ളാഹു നമ്മളെ കൂടെ ഉണ്ടല്ലോ. ആര് നമ്മളെ കൂടെ ഇല്ലെങ്കിലും നമ്മളുടെ റബ്ബ്, പടച്ച റബ്ബ് നമ്മളെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് നിരന്തരമായി അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാകും. അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അബൂബക്കർ തങ്ങളുടെ ഇടയിലും നടന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോ കൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്. ആ സമയത്ത് മുത്തുനബിയെയും അബൂബക്കർ തങ്ങളെയും ശത്രുക്കൾ ഇങ്ങനെ പിടിക്കാൻ അവരുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് അബൂബക്കർ തങ്ങൾ നബിയോട് ചോദിച്ചു, നബിയെ, അവർ നമ്മളെ പിടിക്കുമോ? അവർ നമ്മളെ വധിക്കുമോ? അവർ നമ്മളെ പിടിച്ച് തുറങ്കിലടക്കുമോ എന്ന് ചോദിച്ചപ്പോ മുത്തുനബി അബൂബക്കർ തങ്ങളോട് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. അബൂബക്കർ തങ്ങളെ, ലാ തഹസൻ, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ സങ്കടപ്പെടണ്ട, ഇന്നല്ലാഹ മഅന, അല്ലാഹ് നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മളോട് 100% സ്നേഹമുള്ള ആളുകൾ നമ്മളോട് പറയുന്ന ഒരു വാക്കാണ്, അല്ലാഹ് നമ്മളോട് കൂടെയുണ്ട്, നീ വിഷമിക്കണ്ട എന്നുള്ളത്. അതുപോലത്തെ തെറ്റുകളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അവർ നമ്മളോട് പറയും, പ്രിയ സുഹൃത്തെ, എൻ്റെ ഭർത്താവേ, എൻ്റെ ഭാര്യ, അള്ളാഹു കാണുന്നുണ്ട്. നാം അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങള് പടച്ച റബ്ബ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് റബ്ബിനെ കുറിച്ച് നമ്മളോട് ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതാണ് സ്നേഹമുള്ളവരുടെ ഒന്നാമത്തെ അടയാളം ഇസ്ലാമികപരമായി ചിന്തിക്കുമ്പോൾ. രണ്ടാമത്തെ അടയാളം അന്നുസുഹു ഫിൽ ഖൈർ. ഖൈറായ കാര്യങ്ങളിൽ നല്ല ഉപദേശം നമ്മൾക്ക് നൽകും. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മളോട് ഉപദേശം ചെയ്യും. ഉപദേശമാണെങ്കിലോ രഹസ്യമായിട്ടായിരിക്കും നമ്മളോട് ഉപദേശിക്കുക. പരസ്യമായി നമ്മളോട് സ്നേഹമുള്ള ആളുകൾ നമ്മളോട് ഉപദേശിക്കൂല. നമ്മൾ അടുക്കൽ ഒരു തെറ്റ് കണ്ടാൽ അവർ നമ്മളോട് ഉപദേശിക്കും. അതെങ്ങനെ? രഹസ്യമായി നമ്മളെ വിളിച്ചുകൊണ്ട് പറയും, നീ ചെയ്ത കാര്യം തെറ്റാണ് കേട്ടോ, ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് വല്ലാത്തൊരു മോശമാണ് എന്ന് നമ്മളോട് പറയും. അല്ലാതെ ചില ആളുകളുണ്ട്, ഒരാളുടെ അടുക്കൽ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ, ഭാര്യയുടെ അടുക്കൽ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് വാട്സപ്പ് ഗ്രൂപ്പിൽ പറയാ, ഭർത്താവിന്റെ അടുക്കൽ തെറ്റ് കണ്ട അത് കുടുംബക്കാരോടൊക്കെ നടന്ന് പറയാ, മക്കളുടെ അടുക്കൽ തെറ്റ് കണ്ടാൽ അതെല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കുന്ന സമയത്ത് പറയാ, കൂട്ടുകാരുടെ അടുക്കൽ നിന്ന് ഒരു തെറ്റ് കണ്ടാൽ അത് എല്ലാ കൂട്ടുകാരും ഒരുമിച്ച് കൂടി നിൽക്കുന്ന സമയത്ത് പറയാ. അത് നമ്മളോട് സ്നേഹമില്ലാത്തവരുടെ അടയാള. നമ്മളോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മളോട് എല്ലാ കാര്യങ്ങളും ഉപദേശിക്കും, നന്മ ഉപദേശിക്കും. പക്ഷേ അത് ജനങ്ങളുടെ ഇടയിൽ വെച്ചാവുകയില്ല, അത് രഹസ്യമായിട്ടായിരിക്കും നമ്മളോട് ഉപദേശിക്കുക. ഇത് നമ്മളോട് സ്നേഹമുള്ളവരുടെ രണ്ടാമത്തെ അടയാളമാണ്. മൂന്നാമത്തെ അടയാളം അദ്ദുഹാഉ ബില്ലഹിരിൽ ഗൈബി. നമ്മൾ ഇല്ലാത്ത സമയത്ത് രഹസ്യമായി നമ്മൾ അറിയാതെ നമ്മൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുള്ളതാണ്. ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് വേണ്ടി ദ്വാർക്കും ചെയ്യും, നമുക്ക് എല്ലാ സഹായങ്ങളും
കാര്യങ്ങളും ചെയ്തു തരും. പക്ഷേ നമ്മൾ നാട്ടിൽ നിന്ന് പോയാൽ ഒരു ഫോൺ കോൾ പോലും നമ്മൾക്ക് വിളിക്കൂല, നമ്മളെ കുറിച്ച് അന്വേഷിക്കൂല, നമ്മൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കൂല, എന്താണ് നമ്മളെ അവസ്ഥ എന്ന് ചോദിക്കൂല, നമുക്ക് വേണ്ടി ഒന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക പോലും അവർ ചെയ്യുകയില്ല എന്നുള്ളതാണ്. എന്നാൽ അതിയായ സ്നേഹമുള്ള ആളുകൾ നമ്മൾ നാട്ടിലുണ്ടെങ്കിലും നമ്മൾ നാട്ടിലില്ലെങ്കിലും നമ്മൾ അറിയാതെയും അറിഞ്ഞുകൊണ്ടുമൊക്കെ നമ്മൾക്ക് പ്രാർത്ഥിക്കുന്നവരായിരിക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ അടയാളം. നാലാമത്തെ അടയാളം, നമ്മളുടെ സന്തോഷത്തിൽ അവർ സന്തോഷിക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ദുഃഖം വരുമ്പോ, നമുക്ക് പ്രയാസം വരുമ്പോ നമ്മളെ ആ പ്രയാസങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുകയും നമ്മളെ സങ്കടത്തിൽ അവരും സങ്കടപ്പെടുകയും പങ്കുചേരുകയും എന്നുള്ളതാണ്. ചില ആളുകൾ കൂട്ടുകാർക്ക് സങ്കടം വന്നാൽ മനസ്സുകൊണ്ട് സന്തോഷിക്കും, കൂട്ടുകാർക്ക് സങ്കടം വന്നാൽ പിന്നെ അവന്റെ കൂടെ നിൽക്കൂല. അതല്ല സ്നേഹമുള്ളവരുടെ അടയാളം. നമ്മളുടെ സന്തോഷത്തിൽ നമ്മളെ കൂടെ സന്തോഷിക്കും, നമ്മൾക്ക് വിഷമം വരുമ്പോ നമ്മളെ കൂടെ നിൽക്കുകയും ആ പ്രയാസത്തിൽ അവര് പങ്കുചേരുകയും ചെയ്യുമെന്നുള്ളതാണ് നാലാമത്തെ അടയാളം. അഞ്ചാമത്തെ അടയാളം, വിട്ടുവീഴ്ച ചെയ്യുമെന്നുള്ളതാണ്. ഭാര്യയുടെ അടുക്കൽ ഒരു തെറ്റ് വന്നാൽ ആ ഭാര്യയുമായി ഇനി ഖിയാമത്ത് നാൾ വരെ, മരണം വരെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ഭർത്താവാണെങ്കിൽ ആ ഭാര്യക്ക് വിട്ടുവീഴ്ച കൊടുക്കും. ഭാര്യയെ അടിക്കൂല, ഭാര്യയെ ചീത്ത പറയൂല, ഭാര്യയെ മറ്റുള്ളവരുടെ ഇടയിൽ ഇട്ടുകൊണ്ട് വഴക്ക് പറയൂല. അതുപോലെ തന്നെയാണ് ഭർത്താവിന്റെ അടുക്കൽ നിന്ന് ഒരു വീഴ്ച സംഭവിച്ചാൽ ആ ഭർത്താവുമായി മരണം വരെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ഭാര്യയാണെങ്കിൽ ഭർത്താവിന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ് മക്കളുടെ വിഷയത്തിലും, അങ്ങനെ തന്നെയാണ് കൂട്ടുകാരുടെ വിഷയത്തിലും. ചില ആളുകൾ കണ്ടിട്ടില്ലേ, ചെറിയ ഒരു പ്രശ്നം വന്നാൽ മതി അപ്പത്തിന് ത്വലാഖ് ചോദിക്കുന്ന ആളുകളുണ്ട്, അപ്പത്തിന് ഡിവോഴ്സ് നോട്ടീസ് അയക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അത് സ്നേഹമില്ലാത്തവരുടെ അടയാളമാണ്. നമ്മളെ കൂടെ താമസിക്കാൻ അവർക്ക് ഒരിക്കലും താല്പര്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു നമ്മളുടെ ഇടയിലൊക്കെ നല്ല സ്നേഹം നിലനിർത്തി തരട്ടെ. അപ്പൊ വിട്ടുവീഴ്ച എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ മലക്കുകളോ അമ്പിയാക്കളൊന്നും അല്ല. അള്ളാഹിന്റെ അമ്പിയാക്കളുടെ അടുക്കൽ നിന്ന് തെറ്റുകൾ സംഭവിക്കൂല, മാലാഖമാരുടെ അടുക്കൽ നിന്നും തെറ്റുകുറ്റങ്ങൾ സംഭവിക്കൂല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ സാധാരണക്കാരായ മനുഷ്യന്മാരാ. നമ്മൾ അടുക്കൽ നിന്ന് തെറ്റുകളും കുറ്റങ്ങളൊക്കെ സംഭവിക്കും. അതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ട്, വിഷം കുടിക്കുന്ന ആളുകളുണ്ട്, ത്വലാഖ് ചോദിക്കുന്ന ആളുകളുണ്ട്, പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്, കേസ് കൊടുക്കുന്ന ആളുകളുണ്ട്. ഒരു വിട്ടുവീഴ്ച അത് റസൂലുള്ളാഹിന്റെ സ്വഭാവമാണ്, അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണ്, അള്ളാഹുവിന്റെ സ്വഭാവമാണ് വിട്ടുവീഴ്ച എന്ന് പറയുന്നത്. അപ്പൊ ആകയാൽ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളോട് സ്നേഹം ഉണ്ടെങ്കിൽ അവര് നമ്മൾക്ക് വിട്ടുവീഴ്ച നൽകുമെന്നുള്ളതാണ്. ഒരു നിലക്കും വിട്ടുവീഴ്ച ചെയ്യുന്നില്ലേ, നമുക്ക് മനസ്സിലാക്കാം ഒരൽപ്പം പോലും ഇവന്റെ ഹൃദയത്തിൽ നമ്മളോട് സ്നേഹമില്ല എന്നുള്ളത്, 1% പോലും നമ്മളോട് സ്നേഹമില്ല എന്നുള്ളത്. അള്ളാഹുവേ, ഞങ്ങളെ ജീവിതത്തിലൊക്കെ നീ സ്നേഹം നിലനിർത്തി തരണേ റഹ്മാനെ. പരസ്പരം ആത്മീയമായി സ്നേഹിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ആറാമത്തെ കാര്യം, നല്ല കാലത്തും ചീത്ത കാലത്തും നമ്മളെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മൾക്ക് നല്ല സമ്പത്തുണ്ട്, ആ സമയത്ത് നമ്മളെ കൂടെ ഉണ്ട്. ഒരു നിമിഷത്തിൽ, ഒരു സമയത്ത് നമ്മളെ കച്ചവടത്തിൽ നമ്മൾ പൊട്ടിപ്പോയി, എന്നാൽ ആ സമയത്തും നമ്മളെ കൂടെ ഉണ്ടാകും. ചില ആളുകൾ അങ്ങനെയല്ല, നല്ല കാലത്ത് കൂടെ ഉണ്ടാകും, ചീത്ത കാലത്ത് നമ്മളെ കൂടെ ഉണ്ടാകൂല. ഭർത്താവിന് നല്ല ആരോഗ്യമുള്ള സമയത്ത് ഭർത്താവിന്റെ കൂടെ ഉണ്ടാവും, ഭർത്താവിന് ആരോഗ്യം ക്ഷയിച്ച് ഭർത്താവിന് അസുഖമൊക്കെ ആയ പിന്നെ ഭർത്താവിനെ സ്നേഹിക്കൂല. അങ്ങനെ എത്രയോ ഭാര്യമാരുണ്ട്. ഭർത്താവ് ഗൾഫിലായ സമയത്ത് നല്ല സമ്പത്തൊക്കെ ഇവൾക്ക് അയച്ചു കൊടുക്കും, നല്ല ക്യാഷ് അയച്ചു കൊടുക്കും. ആ സമയത്ത് ഭാര്യ ഭർത്താവിനെ എപ്പോഴും വിളിക്കും, എപ്പോഴും മെസ്സേജ് അയക്കും, ഭർത്താവിന്റെ കാര്യങ്ങൾ തിരക്കും. ഭർത്താവ് എന്തോ ഒരു പ്രശ്നം വന്നപ്പോ, നാട്ടിലേക്ക് വന്നപ്പോ, ജോലിയൊക്കെ പോയി, ഭർത്താവിന് കടങ്ങൾ വന്നു, അതല്ലെങ്കിൽ ഭർത്താവിന്റെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ പിന്നെ ഭർത്താവിന്റെ കാര്യം ശ്രദ്ധിക്കൂല, ഭർത്താവ് ഭക്ഷണം കഴിച്ചോ ശ്രദ്ധിക്കൂല, ഭർത്താവിന്റെ ജീവിത ശൈലികളൊന്നും ശ്രദ്ധിക്കൂല, ഭർത്താവിനൊന്നും മെസ്സേജ് പോലും അയക്കാത്ത എത്ര ഭാര്യമാരുണ്ട്. തിരിച്ചു അങ്ങനെ തന്നെയാണ്. ഭാര്യ നല്ല ആരോഗ്യമുള്ള സമയത്ത് നമ്മളുമായി നല്ല സഹകരണത്തിലായിരുന്നു, നമ്മൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഭാര്യയ്ക്ക് രോഗം വന്നപ്പോൾ പിന്നെ ഭാര്യയെ വേണ്ട, ഇവൻ പിന്നെ വേറെ പെണ്ണിന്റെ പിന്നാലെ പോവുകയാണ്. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഇവനിക്ക് ഭാര്യയോട് ഒരു സ്നേഹമില്ല എന്നല്ലേ, ഇവൾക്ക് ഭർത്താവിനോട് അല്പം പോലും സ്നേഹമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ നല്ല കാലത്തും ചീത്ത കാലം എന്ന് പറഞ്ഞാല് നമ്മളുടെ ചിലപ്പോൾ അനുഗ്രഹങ്ങൾ അള്ളാഹു എടുക്കും. എന്നും നമ്മൾക്ക് അനുഗ്രഹങ്ങൾ നിലനിന്നോളുന്നില്ല. നല്ല കച്ചവടമൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ കച്ചവടം പൊട്ടിയും പോകും. അങ്ങനെ കച്ചവടം പൊട്ടുന്ന സമയത്ത്, സാമ്പത്തികമായി നമ്മൾ പിന്നോക്കം നിൽക്കുന്ന സമയത്തും നമ്മളെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് സ്നേഹമുള്ളവരുടെ ആറാമത്തെ അടയാളം. ഏഴാമത്തെ അടയാളം, നമ്മളുടെ കൂടെ അവർ സംസാരിക്കാൻ സമയം കണ്ടെത്തുമെന്നുള്ളതാണ്. എത്ര വലിയ ബിസിനസ്മാൻ ആണെങ്കിലും, എത്ര തിരക്കുള്ള ആളാണെങ്കിലും, നമ്മളോട് ആത്മാർത്ഥമായി 100% സ്നേഹം ഉണ്ടെങ്കിൽ, എത്ര വലിയ ഖാദി ആയാലും, ഖുദാത്തി ആയാലും, ഖത്തീബായാലും, കച്ചവടക്കാരനായാലും, ജോലിക്കാരനാണെങ്കിലും, എഞ്ചിനീയർ ആണെങ്കിലും, ഡോക്ടർ ആണെങ്കിലും, നമ്മളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുമെന്നുള്ളതാണ്.
നമ്മളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനും നമ്മളോട് സംസാരിക്കാനും സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാം അവർക്ക് നമ്മളെക്കാൾ മറ്റാരോ ആണ് പ്രിയപ്പെട്ടത്. അവർക്ക് നമ്മളെക്കാൾ സമ്പത്താണ് ആവശ്യം, നമ്മളെക്കാൾ ജോലിയാണ് അവർ ഇഷ്ടപ്പെടുന്നത്, കച്ചവടത്തിനെയാണ് ഇഷ്ടപ്പെടുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ജീവിതം ഒന്ന് മാത്രമേ ഉള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ മരണപ്പെട്ടു പോകേണ്ടവരാണ്. ഭാര്യയോട് ഭാര്യ മരിച്ചിട്ട് സംസാരിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. ഭർത്താവിനോട് ഭർത്താവ് മരിച്ചിട്ട് സംസാരിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. ജീവിതകാലത്ത് എത്രത്തോളം സ്നേഹിക്കാൻ പറ്റുമോ, ജീവിതകാലത്ത് എത്രത്തോളം സ്നേഹം കൊടുക്കാൻ പറ്റുമോ അതേ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. മരിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ സ്നേഹം കൊടുക്കുക? ഖബറിന്റെ അരികിൽ പോയിരുന്നുകൊണ്ട് നീ ഖബറിൽ നിന്ന് പുറത്തേക്ക് വാ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല, പുറത്തേക്ക് വരൂല. അങ്ങനത്തെ ഒരു സംവിധാനം അള്ളാഹു നമുക്ക് തന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് എത്രത്തോളം സ്നേഹിക്കാൻ പറ്റുമോ അത്രത്തോളം സ്നേഹിക്കുക എന്നുള്ളതാണ്. ഭാര്യയോട് സംസാരിക്കാൻ സമയം കണ്ടെത്തണം. ഭർത്താവ് നിനക്ക് സംസാരിക്കാൻ സമയം കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ നീ കല്യാണം കഴിച്ചത്? അതുപോലെ തന്നെയാണ് ഭാര്യമാരോടും പറയാനുള്ളത്. നിന്റെ കൂട്ടുകാരോട് സംസാരിക്കാൻ നിനക്ക് സമയമുണ്ട്. ഇപ്പൊക്കെ സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ, ഇപ്പൊക്കെ സ്കൂൾ ഗ്രൂപ്പുകളാണ്. 1984 10ാം ക്ലാസ്സിൽ പാസ്സായവർക്കൊക്കെ ഇപ്പൊ എന്തുണ്ട്? ഗ്രൂപ്പുകളാണ്. അതുപോലെ ഓരോ കൊല്ലക്കാർക്കും പ്രത്യേക ഗ്രൂപ്പുകളാണ്. പഴയ കൂട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടുകയാണ്, പഴയ കാമുകന്മാരൊക്കെ ഇപ്പൊ ഒരുമിച്ച് കൂടുകയാണ്. അള്ളാഹു കാക്കട്ടെ. എന്നിട്ട് അന്യ പുരുഷന്മാരും അന്യ സ്ത്രീകളും ഉള്ള ഒരു ഗ്രൂപ്പ്, അതിൽ വേണ്ടതും വേണ്ടാത്തതൊക്കെ പറയാ. അതിന് സമയമുണ്ട്. ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴും ഇവള് ഗ്രൂപ്പിലാണ്. കാരണം പഴയ കൂട്ടുകാരും പഴയ കൂട്ടുകാരത്തികളൊക്കെ ഉണ്ട്, കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട്, അവരോട് സംസാരിച്ചിരിക്കുകയാണ്. ഭർത്താവിനോട് സംസാരിക്കുന്നില്ലെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? ഇവർക്ക് ഭർത്താവിനോട് താല്പര്യമില്ല എന്നുള്ളതല്ലേ? ഭർത്താവിനോട് 1%, 0.5% പോലും താല്പര്യമില്ല, സ്നേഹമില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ജീവിതകാലത്ത് സ്നേഹിക്കാൻ പറ്റുന്ന അത്രത്തോളം സ്നേഹിക്കുക. സമയം അവരോട് സംസാരിക്കാൻ സമയം കണ്ടെത്താൻ പറ്റുന്ന അത്രയും സമയം അവരോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുക. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരൂല. വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ സമയമെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്കും അള്ളാഹു സമയം കൊടുക്കൂല. അവർ പോകുകയാണ്, അള്ളാഹുവിലേക്ക് പോകും, ഖബർ എന്ന ലോകത്തേക്ക് പോകും. അതുകൊണ്ട് ജീവിതകാലത്ത് പരസ്പരം സ്നേഹിക്കുക, ശണ്ട കൂടുന്നതൊക്കെ ഒഴിവാക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. 8ാമത്തെ അടയാളം, നമ്മൾക്കൊരു പ്രയാസം വന്നാൽ കണ്ടറിഞ്ഞുകൊണ്ട് നമ്മളെ സഹായിക്കുക എന്നുള്ളതാണ്. ചില ആളുകൾ നമ്മളെ കൂടെ ഉണ്ടാകും, യാത്രയിൽ നമ്മളെ കൂടെ ഉണ്ടാകും, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെ കൂടെ ഉണ്ടാകും, ഉറങ്ങുമ്പോഴും നമ്മളെ കൂടെ ഉണ്ടാകും. നമുക്കൊരു പ്രയാസം വന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ കാണുന്നില്ല, അവന്റെ പൊടി പോലും കാണില്ല എന്നുള്ളതാണ്. പിന്നെ 10 മാസത്തിന് അവനെ നോക്കേണ്ടതില്ല, അവന് നമ്മളെ സഹായിക്കൂല. നമ്മൾക്കൊരു പ്രയാസം വന്നിട്ടുണ്ട്, നമ്മൾക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് എന്ന് അവൻക്കറിയാം, എന്നിട്ട് പോലും അവൻ സഹായിക്കുകയില്ല എന്നുള്ളതാണ്. എന്നാൽ 100% നമ്മളോട് സ്നേഹമുള്ളവരാണെങ്കിൽ നമ്മൾക്കൊരു പ്രയാസം വന്ന ആ പ്രയാസം നമ്മൾ അവനോട് പറയാതെ തന്നെ അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കുകയും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുമെന്നുള്ളതാണ് 8ാമത്തെ അടയാളം. 9ാമത്തെ അടയാളം, രഹസ്യങ്ങൾ സൂക്ഷിക്കുമെന്നുള്ളതാണ്. നമ്മളിൽ പല ന്യൂനതകൾ ഉണ്ടാവും, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. എല്ലാ ന്യൂനതകളിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ല. എല്ലാ ന്യൂനതകളിൽ നിന്നും രക്ഷപ്പെട്ടവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അവൻ ഖുദ്ദൂസാണ്. അള്ളാഹുവിന് ഒരു ന്യൂനതയും പറയാൻ ലോകത്ത് ഒരു മനുഷ്യനും സാധ്യമല്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മൾക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ കുറവുകളുണ്ട്, ഓരോ ന്യൂനതകളുണ്ട്. ഭർത്താവിന് കുറവുണ്ടാവും, ഭാര്യയ്ക്ക് കുറവുണ്ടാവും. അങ്ങനെ നമ്മളുടെ കുറവുകളായി പരിഗണിച്ച് അത് മറ്റുള്ളവരോട് പറയാതെ നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ് 9ാമത്തെ അടയാളം. ചില ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടാവും, അതെല്ലാവരോടും ഇങ്ങനെ നടന്നു പറയുക, അത് ഗ്രൂപ്പുകളിലൊക്കെ പറയുക, കൂട്ടുകാരുടെ ഇടയിൽ പറയുക, എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സമയത്ത് അത് പറഞ്ഞിട്ട് നമ്മളെ കളിയാക്കുക. ഇത് നമ്മളോട് സ്നേഹമില്ലാത്തവരുടെ അടയാളമാണ്. നമ്മളോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മളുടെ കുറവുകൾ, കുറ്റങ്ങളൊക്കെ അത് രഹസ്യമാക്കി വെക്കുമെന്നുള്ളതാണ് 9ാമത്തെ അടയാളം. 10ാമത്തെ അടയാളം, മുഖപ്രസന്നതയോടുകൂടെ നമ്മളോട് സംസാരിക്കുക എന്നുള്ളതാണ്. താല്പര്യത്തോടുകൂടെ നമ്മളോട് സംസാരിക്കുക എന്നുള്ളതാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ താല്പര്യത്തോടുകൂടെ അവർ കേൾക്കുമെന്നുള്ളതാണ്. അത് 10ാമത്തെ അടയാളമാണ്. മഹാനായ നബി തങ്ങൾ പറഞ്ഞല്ലോ, തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കല് സുന്നത്താണ്. നമ്മളോട് സ്നേഹമുള്ള ആളുകളാണെങ്കിൽ നമ്മളോട് പുഞ്ചിരിച്ചായിരിക്കും സംസാരിക്കുക. ദേഷ്യപ്പെട്ട് സംസാരിക്കൂല, മുഖം കറുപ്പിച്ച് സംസാരിക്കൂല, മുഖം ചുളിച്ച് സംസാരിക്കൂല, മുഖം തിരിച്ച് സംസാരിക്കൂല, കണ്ണുരുട്ടി സംസാരിക്കൂല.
അത് നമ്മളോട് സ്നേഹമില്ലാത്തവരുടെ അടയാളമാണ്. നമ്മളോട് സ്നേഹമുണ്ടെങ്കിൽ അവർ നല്ല സ്നേഹത്തോടെയാണ് സംസാരിക്കുക, കണ്ണുരുട്ടാതെ സംസാരിക്കും, മുഖം ചുളിക്കാതെ സംസാരിക്കും, ദേഷ്യപ്പെടാതെ സംസാരിക്കും, താല്പര്യത്തോടുകൂടെ സംസാരിക്കും എന്നുള്ളതാണ്. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും മാറ്റിത്തരട്ടെ. ഭർത്താവിന് ഭാര്യയെ സ്നേഹിക്കാനും ഭാര്യയ്ക്ക് ഭർത്താവിനെ സ്നേഹിക്കാനുള്ള മനസ്സ് നൽകട്ടെ. നല്ല കൂട്ടുകാരെ, അള്ളാഹുവിനെ ചിന്തിപ്പിക്കുന്ന, അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുന്ന കൂട്ടുകാരെ നൽകി അള്ളാഹു നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കുടുംബ ജീവിതത്തിൽ അള്ളാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.